സച്ചിൻ, ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സച്ചിൻ, എടുത്തു പറയേണ്ടത് ഇന്ന് പോലീസ് നടത്തിയ രഹസ്യ നീക്കത്തെക്കുറിച്ചാണ്. കാരണം ആ നീക്കത്തിന്റെ ഒരു അല്പം വിവരം എവിടെയെങ്കിലും ചോർന്നിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടം മുങ്ങുമായിരുന്നു, ഉറപ്പാണ്. ആദ്യ രണ്ട് പരാതികളുടെ സ്ഥിതി നമുക്കറിയാമല്ലോ. പരാതി വന്ന ആ മിനിറ്റിൽ അയാൾ മുങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുള്ള വിപുലമായ നെറ്റ്വർക്ക് കർണാടകത്തിലും മറ്റും ഇയാൾക്കുണ്ട്, കോൺഗ്രസുമായി ബന്ധപ്പെട്ട്. പക്ഷേ അവിടെയാണ് കേരള പോലീസിന്റെ മികവ് നമ്മൾ എടുത്തു കാണേണ്ടത്. ഈ പരാതി വരുന്നു, പരാതിയിലെ തുടർ നടപടികൾ അവർ വളരെ വേഗത്തിൽ സ്വീകരിക്കുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നു. ഇയാൾ ഹോട്ടലിൽ റൂം എടുത്ത വിവരം മനസ്സിലാക്കുന്നു. നേരെ പോലീസും അവിടെ മറ്റൊരു രീതിയിൽ റൂം ബുക്ക് ചെയ്യുന്നു. അതിനുശേഷം പാലക്കാട്ടേക്ക് KPM ഹോട്ടലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു. 15 മിനിറ്റിനുള്ളിൽ പോലീസ് അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പൊക്കുകയാണ്. വാർത്ത പുറത്തറിയാതിരിക്കാൻ ആ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അടക്കം ഫോൺ അടക്കം ആ സമയത്ത് പോലീസ് മേടിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഏറ്റവും പഴുതടച്ച നീക്കം കേരള പോലീസ് വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും പൊക്കാൻ കഴിയുമെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. സച്ചിന്റെ ഫോൺ കട്ടായിരിക്കുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ MLA അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 2026 ജനുവരി 11 വാർത്താ ദിവസം തുടങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളുമായിട്ടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മൂന്നാമത്തെ പരാതിയിലാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് അതീവ ഗൗരവതരമായ കാര്യങ്ങളാണ്. ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നത് അതിക്രൂരമായ പീഡനങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗർഭചിത്രമടക്കമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്നടക്കമുള്ള ഗൗരവതരമായ ആക്ഷേപങ്ങൾ നിൽക്കുകയാണ്. പത്തനംതിട്ട സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA എത്രമാത്രം ക്രൂരനാണ് കോൺഗ്രസ് നേതാവ് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ മൂന്നാമത്തെ പരാതിയും. ഏതായാലും ആ മൂന്നാമത്തെ പരാതിയിൽ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾക്ക് മുങ്ങാനോ ഇയാൾക്ക് എന്തെങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കാനോ പോലീസ് അവസരം കൊടുത്തില്ല. വളരെ വേഗത്തിൽ ഇന്ന് അർദ്ധരാത്രി ഒരു 12:30-12:45 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് അന്വേഷണ സംഘം പൂട്ടുകയായിരുന്നു. പാലക്കാട് KPM ഹോട്ടലിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഉറപ്പിക്കുന്നത് അങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ്. കാരണം പത്തനംതിട്ടയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അത് സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിന് കൈമാറിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അല്പസമയത്തിനകം തന്നെ അതിൽ വ്യക്തതയും സ്ഥിരീകരണവും നമ്മുടെ മുൻപിലേക്ക് എത്തും. ബലാത്സംഗം, ഗർഭചിത്രം, സാമ്പത്തിക വഞ്ചന അടക്കമുള്ള കാര്യങ്ങൾ പുതിയ പരാതിയിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സച്ചിൻ, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് പോലീസിന്റെ പഴുതടച്ച നീക്കത്തിനെ കുറിച്ചാണ്. എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ പോലീസ് അതിന് ഇടവരുത്തിയില്ല. വളരെ കൃത്യമായ ഇടപെടലിലൂടെ, വളരെ കൃത്യമായ നീക്കങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടുകയായിരുന്നു അന്വേഷണ സംഘം. ഇപ്പോൾ അയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു. സച്ചിൻ, തീർച്ചയായും മനു, കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് പിന്നിലുള്ള KPM ഹോട്ടലിൽ മുറിയെടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമ്പോൾ KPM ഹോട്ടലിലായിരുന്നു താമസം. കാരണം രാഹുലിൻ്റെ ഫ്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഫ്ലാറ്റിലെ മറ്റ് നിവാസികളെല്ലാം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുന്നത്തൂർ മേടിലെ ഫ്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് MLA ഓഫീസിലും അതേപോലെ തന്നെ KPM ഹോട്ടലിലുമായി താമസം ഉറപ്പിച്ചത്. ഈ യുവതി, അതായത് നിലവിലെ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള യുവതി മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ DGPക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സച്ചിൻ, നമുക്കറിയാൻ കഴിയുന്നത് ഇവന്റെ സ്ഥിരം പരിപാടി തന്നെ ആവർത്തിച്ചിരിക്കുന്നു. അതായത് ഈ സൗഹൃദം പഠിച്ച് ട്രാപ്പിലാക്കുക, അതിനുശേഷം ഇങ്ങനെ ഒരു സിമ്പതിയൊക്കെ നേടിക്കൊണ്ട് അവരെ ഇങ്ങനെ തന്നിലേക്ക് കൊണ്ടുവരിക, അതിനുശേഷം പീഡനം, ഗർഭം അലസിപ്പിക്കൽ തുടങ്ങിയ സകലമാന പരിപാടികളും വൃത്തികേടുകളും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒടുവിൽ ഗർഭിണിയായി എന്ന് മനസ്സിലാകുന്നതോടുകൂടി ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നു. വലിയ ട്രോമയിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടെത്തിക്കുന്ന സ്ഥിരം പരിപാടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മൂന്നാമത്തെ പരാതിയിലും ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതീവ ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ, അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക വഞ്ചനയും ഈ പെൺകുട്ടിയോട് കാണിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. സച്ചിൻ, തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം രാഹുലിനെതിരെ വന്ന എല്ലാ പരാതികളും സമാനമായ സ്വഭാവം തന്നെയാണുള്ളത്. കാരണം എല്ലാവരെയും പ്രണയം നടിക്കുക, തുടർന്ന് സ്നേഹിച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതിനുശേഷം ഗർഭിണിയാക്കുക, അതിനുശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക. സമാനമായ രീതിയിൽ തന്നെയാണ് മുൻപ് വന്ന 2 പരാതികളും ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് ഈ ഇപ്പോൾ വന്ന പരാതിയിലുമുള്ളത്. അതിൽ നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ചൂഷണം കൂടെ ഇതിൽ വരുന്നുണ്ട് രാഹുലിനെതിരെ. അതിനാൽ
അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഒരു ഫ്ലാറ്റ് അടക്കം വാങ്ങിത്തരാൻ വേണ്ടി ഈ യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നു. യുവതിയുടെ നിരവധി പണം, ലക്ഷക്കണക്കിന് രൂപ രാഹുൽ വാങ്ങിയിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വലിയ രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹം കഴിഞ്ഞ യുവതിയെ വിവാഹ വാഗ്ദാനം, അതായത് നമുക്ക് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഈ വിവാഹം കുടുംബവുമായി ആലോചിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അതിനുശേഷം വലിയ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളുള്ള യുവതിയെ വലിയ രീതിയിൽ തന്നെ പീഡിപ്പിക്കുന്നു. യുവതിയുടെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു. അതിൻ്റെ തെളിവുകളടക്കം യുവതിയുടെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതിൽ DNA പരിശോധന അടക്കം നടത്താൻ വേണ്ടിയുള്ള ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിലുള്ള ഭീഷണി സച്ചിൻ, അത് പുതിയ വിവരമാണ്. അത് സ്ക്രീനിൽ കൂടി ബ്രേക്കിംഗ് ആയി കൂടി നൽകണം PCR. അതായത് ഈ എന്താണ്, ഫ്ലാറ്റ് വാങ്ങിത്തരാൻ വേണ്ടി പൈസ വാങ്ങിയല്ലേ? എങ്ങനെയാണ്? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് ഫ്ലാറ്റ് വാങ്ങിത്തരണമെന്ന് യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലുള്ള ചൂഷണം യുവതിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. വലിയ ഒരു സാമ്പത്തികമാണോ ശേഷിയുള്ള യുവതിയാണ്. അതിനാൽ തന്നെ സാമ്പത്തികപരം പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിൽ നിന്ന് മാത്രമാണ് വ്യക്തമാവുകയുള്ളത്. കാരണം നിലവിൽ പത്തനംതിട്ടയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേസടക്കം രജിസ്റ്റർ ചെയ്തത് പത്തനംതിട്ടയിലാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ലാറ്റ് അടക്കം പാലക്കാട് വാങ്ങിത്തരണമെന്ന് യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് നിലവിൽ പരാതിയിൽ ഉണ്ടായിരുന്നത് എന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള ക്രൂരമായ കാര്യങ്ങൾ രാഹുലിനെതിരെ ഈ പരാതിയിലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷണ സംഘം ഈ KPM ഹോട്ടലിൻ്റെ പരിസരത്ത് വെച്ച് നിരീക്ഷിച്ചുകൊണ്ട് 12 മണിയോടുകൂടെ തന്നെ KPM ഹോട്ടലിലേക്ക് അന്വേഷണ സംഘം പ്രവേശിക്കുന്നു. 12:15 റിസപ്ഷനിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റൂമും അതേപോലെ തന്നെ മറ്റു വിവരങ്ങളും അന്വേഷണ സംഘം ചോദിച്ചറിയുന്നു. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിച്ച് പോലീസ് എത്തിയ വിവരം പുറത്തു ചോരാതിരിക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതായത് ഒരു കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞ സാഹചര്യമുണ്ട്, ഒരു കേസിൽ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച സാഹചര്യമുണ്ട്. അതിൻ്റെയൊക്കെ ബലത്തിൽ ഇങ്ങനെ പുറത്തിറങ്ങി വിലസുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ഈ മൂന്നാമത്തെ പരാതി വന്ന വിവരം മാങ്കൂട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല അല്ലേ? അപ്പോൾ വളരെ കൃത്യമായി അത് മാങ്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ മാങ്കൂട്ടത്തിന് മുമ്പിലേക്ക് അതിൻ്റെ വിവരങ്ങൾ ചോരാതെ അന്വേഷണ സംഘം എത്തുന്നു. 12 മണിക്ക് എത്തുന്നു. 12:15 കൂടി കസ്റ്റഡിയിലെടുക്കുന്നു അല്ലേ? തീർച്ചയായും 12:15 രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. 12:30 തന്നെ രാഹുലുമായി അന്വേഷണ സംഘം പാലക്കാട് നിന്നും പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടു എന്ന് ആണ് അറിയാൻ വേണ്ടി സാധിച്ചത്. വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെയാണ് എല്ലാ നടപടിക്രമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് നിന്നും പൂർത്തീകരിച്ചിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ എത്തുന്ന വിവരം പാലക്കാട്ടെ പോലീസുകാരൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും പാലക്കാട് SP നിർദ്ദേശപ്രകാരം ഷൊർണൂർ DYSP മാത്രമാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഷൊർണൂർ DYSPയും ചില അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ 8ഓളം പേരാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് നമുക്ക് പാലക്കാട് KPM ഹോട്ടലിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം. പഴുതടച്ച രീതിയിൽ തന്നെയാണ് അന്വേഷണം പോയിട്ടുള്ളത്. കാരണം അറിയാം, നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ മുൻപുള്ള കേസുകളിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു രഹസ്യങ്ങൾ ചോർന്ന് രാഹുലിന് കിട്ടിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും തമിഴ്നാട് അതുപോലെ തന്നെ ബാംഗ്ലൂരിലൊക്കെ ഒളിവിൽ കഴിയാൻ വേണ്ടി പോയിരുന്നു. ആ സമയത്തൊക്കെ പൂർണ്ണമായ രീതിയിൽ രാഹുലിന് ഒളിവിടം ഒരുക്കിയിരുന്നത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കർണാടകയിലെ നേതാക്കളൊക്കെയായിരുന്നു. അവിടെയൊക്കെ പ്രത്യേക അന്വേഷണ സംഘം എത്തുമ്പോൾ തലനാറ് ഇഴക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും മറ്റൊരു രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നത്. അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ ചോരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാലക്കാട്ടെ പോലീസുകാരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിരന്തരം പണം വാങ്ങി ഈ പെൺകുട്ടിയിൽ നിന്നാണ് അറിയാൻ കഴിയുന്നത്. നോക്കൂ, ഏതൊക്കെ തരത്തിലാണ് ഒരു പെൺകുട്ടിയെ അയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. അയാളുടെ ലൈംഗികപരമായി ഉപയോഗിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പീഡിപ്പിച്ചിരിക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകി കല്യാണം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പണം നിരന്തരമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. സച്ചിൻ, എത്രമാത്രം ക്രിമിനലാണ് ഇയാൾ, എത്രമാത്രം ക്രൂരനാണ് ഈ മനുഷ്യൻ
ഇയാളെയാണ് കോൺഗ്രസ് നേതൃത്വം ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഈ സച്ചിനൊന്ന് ഓർത്തു നോക്കൂ, ദിവസങ്ങൾക്ക് മുൻപാണ് ഇലക്ഷൻ പ്രചരണത്തിന് കണ്ണാടിയിൽ ഉണ്ടായിരുന്നത്. ആ പരാതി വന്ന മിനിറ്റിൽ മുങ്ങിയതാണ്. അപ്പോൾ ഈ ആക്ഷേപങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷവും കോൺഗ്രസ് നേതൃത്വം അങ്ങനെ തൻ്റെ പൊൻകുഞ്ഞായിട്ട് ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു ഈ മാങ്കൂട്ടത്തിലിനെ. മനു, തീർച്ചയായും. കാരണം കേസെടുത്തിട്ടും മാങ്കൂട്ടത്തിലിനെ ഒപ്പമായിരുന്നു കോൺഗ്രസിൻ്റെ പാലക്കാട്ടെ നേതാക്കളെല്ലാം ഉണ്ടായിരുന്നത്. പ്രധാനമായും പാലക്കാട് നഗരസഭ കൗൺസിലറായി വിജയിച്ചിരുന്ന കോൺഗ്രസിൻ്റെ ചില നേതാക്കളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഓഫീസിലെത്തി കാണുന്ന ഒരു സ്ഥിതി അടക്കമുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം എത്ര ജീർണതയാണ് കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഇത്രയും വലിയ ആരോപണങ്ങളും അതേപോലെ തന്നെ കേസുകളും തെളിവുകളും എല്ലാം ഉണ്ടായിട്ട് പോലും MLA ചേർത്ത് പിടിക്കുകയാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പാലക്കാട്ടെ നേതാക്കളൊക്കെ നടത്തിയിരുന്നത്. അതിൽ നിന്നും എല്ലാം കോൺഗ്രസിൻ്റെ ജീർണത എത്രമാത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ മനു പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള, അതായത് ലൈംഗിക ചൂഷണത്തിന് പുറമേ തന്നെ സാമ്പത്തിക ചൂഷണവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയോട് ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളെല്ലാം. അത്രമേൽ ക്രൂരനായ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഓരോ കേസുകൾ വരുമ്പോഴും ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴുതടച്ച അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് മെഞ്ഞാന്ന് രാത്രിയോടുകൂടെ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നത്. ഇന്നലെ ഒരു ക്ഷേത്ര ചടങ്ങുകളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചിത്രങ്ങളെല്ലാം രാഹുൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അതിനുശേഷം, അതായത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് പത്തനംതിട്ടയിലേക്ക് പോകാൻ വേണ്ടിയിരുന്നതാണ്. ശബരിമലയിലടക്കം ദർശനം നടത്തും എന്ന ഒരു വിവരമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം തന്നെ ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശബരിമലയിലൊക്കെ പോകുന്നത് പാപങ്ങളെല്ലാം കഴുകിക്കളയാനാണ് എന്ന രീതിയിലാണ് നമ്മൾ എല്ലാവരും പറയാറുള്ളത്. എത്രത്തോളം പാപമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്ന് തന്നെ നമുക്ക് ഓരോ കേസുകൾ വരുമ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം പഴുതടച്ച രീതിയിൽ തന്നെയാണ് 15 മനു ക്ലിയർ ആയില്ല. അല്ല, ശബരിമലയിലൊക്കെ പോയി പ്രാർത്ഥിച്ചൊക്കെ വന്നതാണല്ലോ. ഇപ്പൊ മനസ്സിലായില്ല അയ്യപ്പൻ ചില്ലറക്കാരനല്ല എന്ന്. തീർച്ചയായും. അല്ല, ശബരിമലയിൽ മുൻപ് പോയിരുന്നു. വീണ്ടും മകരവിളക്കിൻ്റെ ഭാഗമായി വീണ്ടും ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുന്നതാണ്. ആ സമയത്താണ് ഇപ്പോൾ ജയിലറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെയൊക്കെ ശക്തി എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കാരണം പത്തനംതിട്ട സ്വദേശിയാണ്. ശബരിമല പത്തനംതിട്ട ജില്ലയിലാണ്. ആയിട്ടുള്ള MLA തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രൂരതകൾ സ്ത്രീകളോടും. അതെ അതെ അതെ, തീർച്ചയായും അയൽക്കാരാണ്. തീർച്ചയായും സച്ചിൻ.